മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോ ആണ്. ഞാൻ നൈറ്റ് സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് നിർബന്ധമാണ്. അപ്പം ഞാനിവിടെ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്ന് ഇരിക്കുന്നത്. അല്ല, നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഫേസ് വാഷ്. എത്ര നമുക്ക് ഉറക്ക് വന്ന് വീണാലും ശരി, എത്ര ടയേർഡാണെങ്കിലും നമ്മൾ ഫേസ് വാഷ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഒരു 3-4 ദിവസം ഒന്ന് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ പിന്നെ ഡെയിലി ആയിട്ട് ചെയ്ത് പോയിക്കോളും, അങ്ങനെ വിചാരിക്കുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം പോയാൽ 2 വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയി ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. എനിക്ക് തോന്നിയ കാര്യം കേട്ടോ, എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു 1 മന്ത് ആയി കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗും നൈറ്റും സ്കിൻ കെയർ റൊട്ടീന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. എനിക്ക് എത്ര ഇപ്പം നൈറ്റൊക്കെ എത്ര ഉറക്ക് വന്നാലും ഞാൻ ചെയ്തിട്ട് കിടക്കാറുള്ളൂ. അപ്പം അപ്പോഴാണ് റിസൾട്ട് കിട്ടുക. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ചെയ്യാതെ മടി പിടിച്ച് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ഇല്ലേനി. എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്തൊക്കെ ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. നമുക്ക് സ്യൂട്ടായ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുക. ഒരു 3 ദിവസമൊക്കെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ 3 ദിവസം നോക്കിയിട്ട് കാര്യമില്ല. 3 ദിവസത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, ഞാൻ പറഞ്ഞു തന്നെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വെച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിരുന്നു. ഡിസ്കളറേഷനൊക്കെ സംഭവിക്കുമല്ലോ ആ സമയത്ത്. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത് കുറവൊന്നുമില്ല, കുറച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഹോം റെമഡീസ് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ പിന്നെ മാറ്റം വരാൻ തുടങ്ങി. മോർണിംഗും നൈറ്റും ഒക്കെ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ല, ഫേസ് വാഷ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടോണറാണ്. ഇതിന് മുന്നേ ഞാനൊരു ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിലിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടോണർ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ നൈറ്റ് ചെയ്യുന്ന അതേ സ്കിൻ കെയർ തന്നെയാണ് ഇനി മോർണിംഗും ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തെടുക്കാം. എന്നിട്ട് മസാജ് ചെയ്യുന്ന പോലെ ചെയ്യരുത്, ടാബ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി 10:05 കേട്ടോ. അപ്പം ഈ സമയത്തൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഞാൻ സിറാണ്, ഡോക്കിൻ്റെ 10% നയാസിനമൈഡ് സിറ. ഇതെല്ലാവർക്കും അറിയാവുന്ന സിറ. ഈ സിറ ഞാൻ ഇതിന് കുറേ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞ് അങ്ങനെ 2ാമത്തെ ബോട്ടിൽ ഓർഡർ ചെയ്തപ്പം എന്തോ സ്റ്റോക്ക് തീർന്നു, അങ്ങനെ എന്തോ സംഭവം എനിക്ക് ഓർമ്മയില്ല. അപ്പം കിട്ടാതെ അപ്പോൾ പിന്നെ എനിക്ക് ചടച്ചു. പിന്നെ ഞാൻ 2ാമത് ഓർഡർ ചെയ്യാൻ നിന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു സിറം, കോജിക് ആസിഡിൻ്റെ സിറ തോന്നുന്നത് അത്, പക്ഷെ എനിക്ക് സ്യൂട്ടാവണില്ല സ്കിന്നിന്. പിന്നെ ഞാൻ അത് യൂസ് ആക്കില്ല. ഇത് 30 ml ഓർഡർ ചെയ്തത്. ഇപ്പം അത്രയൊക്കെ ആയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. മോർണിംഗും നൈറ്റും സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. സിറ എനിക്ക് ഫേവറേറ്റ് വേണ്ടാണ്. കാരണം എന്താ പറയുക, കുരു വന്ന് പോയ പാടുകൾ
ഇതൊക്കെ പോകുന്നുണ്ട്. 3 ഡ്രോപ്സാണ്. ഓക്കെ, ഇനി നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം. എന്തായാലും കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കണം, കാരണം അപ്പോഴാണ് നമുക്കിതിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം കേട്ടോ. വീഡിയോയിലായതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ ചെയ്യുന്നതാണ്, പെട്ടെന്ന് ചെയ്ത് കഴിയണ കാര്യം അത്. ഇനി 3rd സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. അതല്ലേ, ഇതും ഞാൻ അന്ന് വീഡിയോയിൽ ഇട്ട സംഭവമാണ്, ഫോസ്റ്റേലിൻ്റെ മോയ്സ്ചറൈസർ. ഇതിപ്പോൾ കഴിയാറായി, കുറച്ചെടുത്തിട്ടുണ്ട്. ഡോട്ടൊക്കെ ഇട്ടിട്ട് അപ്ലൈ ചെയ്യുന്നത്, ബാക്കി വന്ന് ഫേസിലാണ്, നെക്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല മസാജ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഡെയിലി ഈ റൊട്ടീനൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്ലോയിങ് ആയ സ്കിന്ന് കിട്ടും, സോഫ്റ്റ് ആവും, നല്ല അടിപൊളി സ്കിന്നാവും. ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ് ബാമാണ്. അപ്പോൾ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് എത്രയോ ആയി എൻ്റെ കയ്യിൽ, എത്രയോ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ്. നല്ല അടിപൊളി ലിപ് ബാം, നല്ല ഇതിട്ടിട്ട് നല്ല ചേഞ്ച് ഉണ്ടാകും. ഞാൻ കുറേ പിന്നെ കുറേ ഇടാതെ നിന്ന് അങ്ങനെയൊക്കെ കളിച്ചിട്ട്, പക്ഷെ എനിക്ക് ഫേവറേറ്റ് വേണം അത്. ഇത് ഇട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ് ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുക ചെയ്യാം. നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാം. അടിപൊളി ലിപ് ബാമാണ്, പിന്നെ അടിപൊളി സ്മെല്ലുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.